രാമക്കൽ എന്ന പേര് പറയാൻ കാര്യം നമ്മുടെ ശ്രീരാമൻ വനവാസം നടത്തിയെന്ന് കേട്ടിട്ടുണ്ടോ? ആ സമയത്ത് സീത രാവണൻ തട്ടിക്കൊണ്ടുപോയത് ഈ തമിഴ്നാടിന്റെ അങ്ങേക്കരയാണ് ശ്രീലങ്ക. അങ്ങോട്ടേക്കാണ് തട്ടിക്കൊണ്ടുപോയത്. അപ്പൊ ഈ ശ്രീരാമൻ വനവാസ കാലത്ത് ഈ സീതയെ അന്വേഷിച്ച് വന്നൊരു സ്ഥലമാണ് ഈ രാമക്കല്ല്. അപ്പൊ ഇവിടെ വരാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ കാലത്ത് ഈ കാണുന്ന തമിഴ്നാട് മൊത്തം കടലായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഈ കടൽ വെറ്റിക്കരയ സ്ഥലമാണ് തമിഴ്നാട്. അതാണ് ഇത്ര ഹൈറ്റ് വ്യത്യാസം വന്നേക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് 3500 അടി ഹൈറ്റിലാണ്. അപ്പൊ ശ്രീരാമൻ വന്ന സമയത്ത് കടലായിരുന്നു. ആ കടൽ തീരത്ത് ശ്രീരാമന് കുറച്ച് ഹൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ ഉണ്ടാക്കി കൊടുത്താണ് മല. ആ മലയുടെ പ്രത്യേകത നോക്കിയോ, മേള് തൊട്ട് താഴത്തോട്ട് നോക്കിയോ, ഓരോ കഷ്ണങ്ങൾ വെച്ച് അടുക്കി വെച്ചേക്കുക. അപ്പൊ ഈ മലയുടെ 3 സൈഡും ഇതുപോലെയാണ്. 3500 അടി താഴ്ചയുണ്ട്. 4ാമത്തെ സൈഡിൽ കൂടി നമുക്ക് നടന്നു കയറാം. ആ താഴത്തെ രാമക്കൽമേട് ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ നടന്നാൽ ആ മലയുടെ ടോപ്പിലെത്താൻ പറ്റും. അപ്പൊ ഈ ശ്രീരാമന്റെ കാൽപാദം പതിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഇത് രാമക്കൽമേടെന്ന് പേര് പറയുന്നത്. ഇനി താഴത്ത് കാണുന്ന മൊത്തം തമിഴ്നാട്. നമ്മുടെ നാട്ടിൽ പച്ചക്കറിത്തോട്ടങ്ങളാണ് കാണുന്നത്. നല്ല തിക്നെസ് ആയിട്ട് നിൽക്കുന്ന സാധനങ്ങൾ കണ്ടോ, എല്ലാം തെങ്ങും തോപ്പുകളാണ്. ഒരു 100 അടി പൊക്കമൊക്കെ ഉള്ള തെങ്ങ്. പിന്നെ കുറെ മൊട്ടമരങ്ങളുണ്ട്. അതൊക്കെ ഈ വാളം പുളി എന്ന് പറയും, നീളമുള്ള പുളിയുടെ തോട്ടങ്ങൾ. പിന്നെ ആ പാടം മാതിരി കാണുന്നത് നമ്മുടെ ഈ തറയിലുണ്ടാകുന്ന പച്ചക്കറികളാണ്. ഉള്ളി, സവോള, ബീട്രൂട്ട്, തക്കാളി, വെണ്ടയ്ക്ക, അങ്ങനെയുള്ള പച്ചക്കറികളാണ് കാണുന്നത്. പിന്നെ ആ ചുവപ്പ് കളർ കാണുന്നില്ലേ, അത് ഒരു കൃഷി കഴിഞ്ഞിട്ട് അടുത്ത കൃഷിക്ക് നില ഉഴുതിട്ടേക്കുന്നത്. പിന്നെ ദൂരേക്ക് നോക്കിയോ, വൈറ്റ് കളർ കൂട്ടങ്ങളുണ്ടോ, എല്ലാം തമിഴ്നാട്ടിൽ ഓരോ ടൗണുകളാണ്. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന്റെ പേര് രാമക്കൽമേട് ഫ്ലൈറ്റ് വ്യൂ പോയിന്റ് എന്ന്. നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ കയറി ലാൻഡ് ചെയ്യുമ്പോൾ താഴത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നൊരു വ്യൂ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കാറ്റാണ്. ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ വേഗത കാറ്റടിക്കുന്ന സ്ഥലമാണ്. സാധാരണ ഇവിടെ ഒരു 30 കിലോമീറ്റർ സ്പീഡ് ഉണ്ടാകും കാറ്റിന് ഇപ്പോഴും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതാണ് നമ്മുടെ രാമക്കൽമേട്.